ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സോയ ചങ്ക്സ് ഫ്രൈ. വളരെ ഈസി, ടേസ്റ്റി, 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്കായിട്ടോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് സോയ ചങ്ക്സ് വേവിക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കപ്പിന് 2 കപ്പ് സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. തിളക്കിയൊന്നും വേണ്ട. വെള്ളം ആദ്യം തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഇതൊന്ന് നന്നായി ഇളക്കാം. പെട്ടെന്ന് തന്നെ ആവും ഇത്. കണ്ടോ, ഇപ്പോൾ ഇതാ നന്നായിട്ട് സോയ ചങ്ക്സ് ഒക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ വെന്ത് കിട്ടും നമുക്ക്. ഇനി ഇതിനെ വാങ്ങിയെടുത്തിട്ട് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കുകയും വേണം. നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എനിക്കിതിൽ വെറുതെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര കുക്ക്ഡായിട്ട് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായി ഒന്ന് സ്ക്യൂസ് ചെയ്യാം. സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, കുറച്ചുപ്പ് മതി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയിട്ട്. ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ചേർക്കാം, ചാറ്റ് മസാലയ്ക്ക് പകരം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. സോയ ചങ്ക്സ് നല്ലതാണെങ്കിൽ പെട്ടെന്ന് പൊടിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് നമുക്കിതിനെ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിതൊന്ന് കുറച്ച് എണ്ണയിലാണ് വറക്കണം. ഇത് ഫുള്ളായി എണ്ണ കുടിക്കട്ടോ. സോയ ചങ്ക്സിൻ്റെ ഒരു പ്രോബ്ലം, പെട്ടെന്ന് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കുറച്ച് ഡ്രൈ ഫ്രൈ മതിച്ച് ഇത്ര എണ്ണ വേണ്ട. ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായി ഇങ്ങോട്ട് വറുത്തെടുക്കാം. ഇവിടുത്തെ മുളക് പൊടിക്കൊന്നും ഒരു കളറ് പോരാട്ടോ. അതുകൊണ്ട് തന്നെ ഈ സോയ ചങ്ക്സിലൊന്നും കളർ കാണുന്നില്ല, എന്നാലും എരിവുണ്ടേനും. അപ്പോൾ ഇതാ നന്നായി അതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നുമല്ല വെക്കുന്നത്. കാരണം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കളറൊക്കെ മാറി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ വാങ്ങിയെടുക്കാം. കാരണം നമ്മൾ ആ കോൺഫ്ലോറൊക്കെ ഇട്ടതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഒന്ന് മൊരിഞ്ഞ് വരും. ഈ എണ്ണ ചിലപ്പോൾ ഫുള്ളായി കുടിക്കട്ടോ. ഇതാ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറമേ, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ സോയ ചങ്ക്സ് ഫ്രൈ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ചായക്ക് ചടപടയെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അല്ല എങ്കിൽ ഒരു ദിവസം തോരന് പകരം ഉണ്ടാക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ ഇതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ഉള്ളി ഇടാം, കുറച്ച് മല്ലിയുടെ ഇല ഇടാം. അങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം. ഇതൊരു പാർട്ടി സ്റ്റാർട്ടറായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.